ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ കാലമായാലും ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നെന്താ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടോടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ സാരി കൊടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുക. അപ്പം ചെറുങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ച്. ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമല്ല, ഒരു വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉറങ്ങി എണീച്ച സമയമൊന്നും ഞാൻ സാധാരണ കാണലില്ല, അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു കോലം. സാധാരണ 3 മണി 4 മണിക്കൊക്കെ ഞാൻ എണീക്കല്. ഇപ്പം ഞാൻ കോളേജ് ഉണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അവള് 7 മണിയാകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞതാണ്. ഇപ്പം 7 മണിയായി. എന്നിട്ട് മാറ്റിക്കാനൊക്കെ പറഞ്ഞതാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ഇത് വന്നതാണ്, വീഡിയോ എടുക്കാമെന്ന്. എനിക്കിപ്പോൾ ഇനി വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് വന്നിക്ക്. അറിയില്ല ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊന്നും. അപ്പം ഞാനാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് തുടങ്ങിയിരിക്കും. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കഴിയുന്ന രീതിയിലായിരിക്കും ഞാൻ ഇതിൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണെങ്കിലും അതിലിങ്ങനെ കാണിക്കാം. 7 മണിയാകുമ്പോഴത്തേക്ക് വരുമെന്നല്ല, 7 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന്. ഞാൻ 6 മണിക്ക് എണീച്ചിട്ട്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉറങ്ങിപ്പോലുണ്ടാവൂല, കാരണം ഓൾ ഐഡിയ അല്ലേ. ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയേനെ. എൻ്റെ ഐഡിയ ആണെങ്കിലും ഞാൻ ഉറങ്ങും. ഉറക്കമാണ് മെയിൻ. അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ. ഫസ്റ്റ് നമ്മളൊരു ടോണർ അടിച്ചു. ഉറക്കത്തിട്ട് അടിക്കുന്ന നേരം ഇനി നമുക്ക് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇടണം. മോയ്സ്ചറൈസർ സൺസ്ക്രീൻ കാരണം സാധനം കുറവാണ്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിലും സൺസ്ക്രീൻ ഇടാണ്ട് നിൽക്കണ്ട. സൺസ്ക്രീൻ ഞാൻ ഇതൊക്കെ ഇട്ടതാണ്, 4 മൂടി ഇട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നു. ഞാൻ പക്ഷേ സാധാരണ ഇങ്ങനെ ഇടല. ഇതൊരു കൺസിലർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊക്കെ ഇട്ടതാ, അതിലൊന്നും കൂടി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ അധികം ആക്കുന്നില്ല. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ്, അതായത് സ്റ്റോറിക്ക് ഒരു റിപ്ലൈ വന്നതാണ്. എന്നാ മേക്കപ്പിൻ്റെ തേനിയ രൂപം, മേക്കപ്പിൻ്റെ മാരകമായ വേർഷൻ മറ്റാൻ പറഞ്ഞിട്ട് മേക്കപ്പ് വീഡിയോ അറ്റാനാണ്, മേക്കപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് മേക്കപ്പ് ഒന്നും പറയാനില്ല, കേസ് ഒന്നും പറയാനില്ല. അപ്പം കഞ്ചിലിട്ട് എനിക്കിട്ട് കാക്കണം. ഐ ഷാഡോ നമുക്ക് ഈ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ഇതിലാണ് കൊണ്ട് എത്ര ഇടാം. സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾ നല്ലോണം. ഇവിടെയാണ് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്താക്കും. പക്ഷേ ഇപ്പം നല്ല മഴയൊക്കെ പോയി. മര്യാദയ്ക്ക് പറ്റില്ല, എന്നാലും പോയി. ഞാൻ നമ്മുടെ പണ്ടത്തെ സാധനങ്ങൾ എടുത്തിട്ടോ. ഈ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ബ്രൗൺ പോലെ. നോക്കേണ്ടതാണ് ഈ ബ്രൗൺ പോലത്തെ. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നതല്ല കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ വീണ് ഇതിനൊരു ടോപ്പും മൂടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി വീണ്. സ്വാഭാവികമാണ്. ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഭയങ്കര ഗെറ്റടി ആയി പോകും. കാരണം എല്ലാം ചെലവടി ഇല്ലായിരിക്കും. കേട്ടില്ലാണല്ലേ. ഇനി ഐലൈനർ എഴുതി കൊടുക്കാം. ഒന്ന് മാറ്റിയിട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ഐലൈനർ എഴുതട്ടെ. എനിക്ക് ഇങ്ങനെ നോക്കി എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതാണ്. ഐലൈനർ എഴുതുന്ന കാണിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇത് പറയുന്നു.
ഞാൻ നേരെ വയ്യാലും ഓളോ നേരെ വെക്കൂരാന്ന്. നമുക്ക് ഇവിടെ വരെ വെച്ചങ്ങ് നിർത്താം ഐലൈനർ. എന്നിട്ട് ഇവിടെ കോർണറിൽ ഇട്ടിട്ട് ബാക്കി ഇടാം. കോർണറിൽ ഇട്ട് കൊടുക്കേ. ഇതൊക്കെ ഞാൻ കിക്കാക്കിയിട്ട് വേഗം ഇങ്ങനെ ഇതാക്കാനുള്ളതാണ്. ഈ വായി തുറന്നു പിടിക്കുന്ന എന്തിനാണോ അല്ലേ? എപ്പോഴൊക്കെ വായി തുറന്നു പിടിച്ചു ഞാൻ വരില്ല എന്നാ. നിലത്ത് വീണ് ഓട്ടയായതാ. ഇതിനും ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, കാണുന്നില്ല. കാണാണ്ടല്ല, എവിടെയോ ഉണ്ട്, പക്ഷെ പൊട്ടി. ബാക്കി കോർണർ ചെയ്താണല്ലേ, ഞാൻ അവിടെ എല്ലാം മടിക്കാന്ന് വെച്ച് കോർണർ ചെയ്തോട്ടെ. ഇത് എവിടുന്ന് വാങ്ങിയാന്ന് വെച്ചാല് ഉത്സവത്തിനെത്താൻ വാങ്ങിയതാ. ഇവളെടുത്ത് ഇന്റെ എവിടെ ഇതാകുമ്പോ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ക്യാമറയുടെ മുന്നിൽ വന്നിങ്ങനെ പറയുന്നവരല്ലേ, ഒരാളോട് പറയുന്നവരോ മുഖത്തേക്ക് നോക്കാനാണില്ല. അപ്പം ബാക്കി ഇവക്ക് തിരികം ത്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വരുന്നു. ത്രെഡല്ല, റൈസർ ചെയ്തിട്ട്. അപ്പം ഓളെ അതാണ് ഒരു വൈക്കായിക്ക്. ഇനി ഗൈസ്, അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നൊക്കെ ഇതൊന്നും കാണുന്നില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഏകദേശം ഓക്കെ ആയി തോന്നുന്നു. അപ്പം സെറ്റിംഗ് സ്പ്രേ ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഒന്നും കൂടെ ടോണർ അടിക്കാം. അങ്ങനെ ഒന്നും അടിച്ചു കൊടുക്കാൻ പാടില്ല, പക്ഷെ ഒരു ഫ്രഷ്നെസ്, ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടിക്കാം. നമുക്ക് നേരെ ഡ്രസ്സ് മാറി വരാം. സാരി ഉടുക്കാനൊന്നും ഞങ്ങൾക്ക് വലിയ സ്കില്ലൊന്നുമില്ല, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ സാരി മാറിയിട്ട് വരാം. അപ്പം സാരി കൊടുത്തു, ഇനി കമ്മലിടാം. ഞാളെങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ രണ്ടാളും കൂടി സാരി എടുത്തു. എനിക്കിപ്പം വയ്യ. ഇങ്ങോട്ട് വാ, ക്യാമറ ഒന്നും ഒന്നില്ല. ഇപ്പം നമ്മൾ കമ്മലിടാണ്. കമ്മൽ ഇതിനോട് മാച്ച് ഒന്നും അറിയില്ല, പക്ഷെ ഇടാം. വാ. ഇത് ഇതിനോട് മാച്ച് അല്ല, പക്ഷെ ഇതുമേലെ പച്ചയും നീലയും ഒക്കെ വരുന്നുണ്ട്. ഇതങ്ങ് ഇടാന്ന് വിചാരിച്ചു. എനിക്ക് സാരി ഉടുത്തിട്ട് അത്ര തൃപ്തി ആയിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മൂടില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഓള് പെർഫെക്റ്റ് ആണ്. എന്ത് ചെയ്യാനാ, കഴിവ് കൂടിപ്പോയി. നമുക്ക് ഹെയർ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യണം. നെറ്റി കണ്ടു ഗൈസ്, പരമ്പരാഗതമായി കിട്ടിയ പരമ്പരാഗതമായി കൈമാറി വരുന്നതാണ് ഇത്. ഇനി നമുക്ക് പൊട്ട് കുത്തി കൊടുക്കാം. ഹെയർ ഒന്നും ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ പൊട്ട് മാറ്റും. ഈ പൊട്ട് മാറ്റി ഒരു കുത്തും. ഇത് അത്ര മൊഞ്ചായി തോന്നുന്നില്ല, അപ്പം നമുക്ക് ഐലൈനർ വെച്ച് കൊടുക്കാം. നമുക്ക് മറ്റേ പൊട്ട് വേണ്ട, ഇത് വേറെ ഐലൈനർ വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കാം. ഒരു 3 പൊട്ട്.
നമ്മൾ കമ്മൽ ഒന്ന് മാറ്റി പൊട്ടും കുത്തി. ഇനി നമ്മൾ പോവുകയാണ്. ഇങ്ങോട്ടേക്ക് തന്നെ ഇല്ലാതെ മാറ്റാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പം ഗായ്സ്, അപ്പം നമ്മൾ ഇപ്പം എങ്ങോട്ടേക്കൊന്നില്ലാതെ അങ്ങോട്ടങ്ങ് പോവാണ്. എന്താ പറയാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ ഇങ്ങനെ പോകുന്നത്? ഇങ്ങനെ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇതാണ് ഞങ്ങളുടെ നാട്, ഇതാണ് ഞങ്ങളെ പുഴ അല്ലേ? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും പറക്കും. എനിക്കൊരു ഡിസ്റ്റർബൻസ് ആവണം. ഇവളൊരു സ്ഥലം, ഏതോ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരു കൊച്ച്. കൂടി ഫുൾ അണ്ണാക്കില്ല. ഇപ്പൊ ചെരുപ്പ് വിടണോ ഞാൻ ആൾക്കാർ വേറെന്തെങ്കിലും പൊട്ടത്തിനെന്താ ചെയ്തോ പൊട്ടിയടിച്ച് പോകുന്നോണ്ടായിരിക്കും എന്നെ കണ്ടിട്ടായിരിക്കും എല്ലാരും നോക്കുന്നത്. ഇതേതാ കുട്ടിക്കാരിന്റെ കൂടെ ബ്യൂട്ടിയുള്ള ഒരു കുട്ടീനായിരിക്കും വിചാരിക്കുന്നത്. എക്സ്പ്രഷൻ ഞാൻ കാണുന്നില്ല, ഞാൻ നോക്കുന്നില്ല. അതെ, അത് ശരിയാണ്, അത് തീർത്തും ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എന്ത് മറ്റേ മഞ്ഞയും കറുപ്പല്ലേ കാണുന്നത്? ഇത് നമുക്ക് ചുവപ്പും കറുപ്പും വെറൈറ്റി കളറിലൊക്കെ. അതെ, അപ്പൊ ഇത് എൻ്റെ അടുത്ത് നിന്നാണ് വന്നത് എന്ന് പറയുന്നു. എന്ത് ചെയ്താലും ഒരു കുറ്റം. വട്ടമൂസ എന്നുള്ളൊരു പേര് കിട്ടിയാ പിന്നെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നോക്കി ചിരിക്കുന്നു. ഇവിടെ ആളുണ്ടോ? എടുക്കാൻ വേണ്ടി വന്നേനു. ഇതിലെ പിന്നെ ഇത്രയും വലിയ പടികൾ വെച്ചെന്തിനാ? 1 2 3 4 5 6 പടിയിൽ 6 സ്റ്റെപ്പ് കയറി അവിടെ എത്തുമ്പോഴത്തേക്ക് 1 2 3 6 ഓ 5 കിലോമീറ്റർ ഇപ്പുറം വെക്കണല്ലേ കാല്. അടി പേരിട്ടാത്തേ ഓർത്തോ? ഇടി ഈലൊന്നും കേറാൻ പറ്റൂലെന്ന് തോന്നുന്നേ. ആ ചോദിക്കണോ? എടി ഈല് ഇതുവരെ എന്തോ സ്ഥലം തോന്നി കണ്ട വീട്ടിൽ കയറി വന്ന്. പക്ഷെ നല്ല വീട്, അടിപൊളി വീട്. നോക്കിയേ, പക്ഷെ ഇവിടെ നമുക്ക് സെറ്റപ്പ് ആക്കാനും വരും. വേഗം വാങ്ങി
ഏതോ ഒരു വീട്ടിൽ കയറി വന്നിട്ടുണ്ട്. സത്യം 10ാം ക്ലാസ് പഠിച്ച ഏതൊരുത്തിന്റെ വീടാണെങ്കിലും. മനക്കലിലേക്ക് സ്വാഗതം. എങ്ങനെയാടി ഇപ്പം പറയാ? ഏതോ ബെല്ല ആടിയുള്ള ഇനി പറയാ. അപ്പോൾ ഗൈസ് ഒരു ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് അതിനെ കൊണ്ട് പറയാനുള്ളത്? വളരെ നല്ല മനസ്സ്, അങ്ങനെയൊക്കെ ആയിരിക്കണം. പിന്നെ എടുക്കണ്ട. ഒരിക്കലും നാച്ചൂച്ചാനെ പോലെ അത് നാച്ചൂച്ചായിരുന്നെങ്കിൽ പിന്നെ നോക്കണം. അപ്പൊ ഞാൻ പോകുന്നു ഫോട്ടോ ഇല്ല അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് ഈ മരം ബാക്കിലുണ്ടാവണം. ഞാൻ ഇവിടെ ഇരിക്കും, ഇവിടെ നടത്താൻ സ്റ്റെപ്പ്. ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടാം കേട്ടോ. ശരി, ഓക്കെ, കാണാം. വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തന്നില്ല. എടുത്ത് തന്നു, പക്ഷെ വീഡിയോ കാണുന്നില്ല. ഇവിടുന്ന് പക്ഷെ എല്ലാവർക്കും നമ്മളന്ന് കാണാം, എല്ലാവർക്കും കാണാം. സ്റ്റേജ് നിൽക്കുന്ന പോലെ ഉണ്ട്. സ്റ്റേജ് എന്തെങ്കിലും ഇത് അതാണ്. എവിടെയാ കുത്തണ്ടിയത്? ഇവിടെയോ എവിടെയോ? താഴെ അത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 15,000 എക്സ്പ്രഷൻ ഞാൻ ഇട്ടേനെ. അതിലേ പോകുന്ന ആൾക്കാരൊക്കെ പോകുന്നേരം അടിച്ചു നിങ്ങളവിടെ ഉണ്ടോ? അതെ ഞാള് എന്ത് പറഞ്ഞാലും തിരിച്ചു വരുമ്പോ പിന്നെ കുഴപ്പമില്ല. ഗായ്സ്, അപ്പൊ ഞാൻ ഇവളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. അങ്ങോട്ട് വാ. ഞാനാണ് കുഞ്ഞാറ്റ. ദേവു എന്നൊക്കെ പറയണമെന്ന്, പക്ഷെ കാര്യമില്ല. ഇതാണ് കുഞ്ഞാറ്റ. ചെറുപ്പം മുതലേ എന്റെ കൂടെ ഉള്ളതാണ്. ഒരു ചെറുപ്പം മുതലേ ഞങ്ങളെ നാട്ടുകാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ കണ്ണെടുത്താ കണ്ടുവിടാൻ, ഇവക്ക് എന്നെയും കണ്ണെടുത്താ കണ്ടുവിടാൻ പണ്ട്. അപ്പൊ ഞാള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആവുകയും ഡാൻസിനൊക്കെ പോകുന്ന ടൈമില് നമ്മൾ അടിയൊക്കെ ആവുകയെ ഗൈസ്. പക്ഷെ പിന്നെ എപ്പോഴോ സ്റ്റോറി അറിയണോ? അല്ല, അറിയട്ടെ. അന്ന് ഇവക്കില്ല, ഇതിലുണ്ടായി. എന്നാ പിന്നെ പറയാം. സ്റ്റോറി ഫുൾ വേണോന്ന്. സോറി ഗൈസ്, എനിക്ക് ചിരി ഇങ്ങനെ വന്നു. ചാടിയൊന്നും പറ്റില്ല. ഇവിടെ അപ്പൊ ഗൈസ് നമ്മള് 2-3 വീഡിയോസ് എടുത്തിട്ട്, വീഡിയോ എടുക്കാനാ മെയിൻ ആയിട്ട് വന്ന, വ്ളോഗ് എടുക്കാനല്ല. അപ്പൊ 2-3 വീഡിയോസ് എടുത്തിട്ട് വരാം. ഇവിടെ ഉണ്ടായത് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലാണ് ഓർമ്മ വന്നത്. എന്ത്? അപ്പം നെയിൽ പോളിഷ് ഇടുന്നതാണ് ഗൈസ്. നെയിൽ പോളിഷ് ഇടുന്ന രംഗങ്ങൾ പുറത്ത്. വേദന ഗൈസ്. പൂച്ചക്ക് പണി വണ്ടി മേലെ പൂച്ചയല്ല, നായില്ല. ഞാൻ പോണം, എനിക്കൊന്നും വേണം, നിങ്ങൾ ചെയ്യാൻ. അപ്പം ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഈ പെണ്ണുമുള്ളാണെങ്കിൽ നെയിൽ പോളിഷ് ഇട്ടോണ്ടൊത്തിരിക്കുക. ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്താ ഇവിടെ ചെയ്യണ്ടേ? വരുന്നോലും പോകുന്നോലൊക്കെ അമ്പായി കൂടി പോയി ഹോൺ അടിക്കാൻ ഞങ്ങളെ നോക്കുക. എല്ലാരും ഇങ്ങനെ നോക്കുക അല്ലേ? ആന്ന് ഇതൊരു നാടാ ഇത്. വേർക്കുന്നു. I love
പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളി ഇട്ട് നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പം മാഡത്തിന്റെ നെയിൽ പോളിഷ് ഇടൽ ചടങ്ങ് ഇനി നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടില്ല. അപ്പം അതും കൂടെ എടുത്തിട്ട് വരുന്ന ഗൈസ്. അപ്പൊ ഗൈസ് ഒന്നുമില്ല. അപ്പൊ ഈ തള്ളയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്, ഞാനും ഇങ്ങനെ ബാക്കിൽ പോയിക്കൊണ്ട് നിൽക്കാന്ന് പോലെ. കഷ്ടം. ഇതാണ് ഗൈസ് വീട്. ഞങ്ങളുടെ പുതിയ ലൊക്കേഷനാണ് ഗൈസ്. മിച്ചസ് നമ്പർ 2 പ്രകടനങ്ങൾ. അതെ അതെ. അപ്പൊ One eternity later. അതെ, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു ഞങ്ങൾ. അപ്പൊ ഗൈസ് എനിക്കെന്താ മീശടി, വെള്ള മീശ. +1 വിളക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുറക്കെ തീയിലൊക്കെ കുറേ കൊണ്ടേനെ കൊണ്ട് തലവേദന അടിച്ചിട്ട് രക്ഷയില്ലേനും. ഇനിയിപ്പോൾ ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടക്കണം. അത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ഒന്നും ആയിരിക്കില്ല, വ്ളോഗൊന്നും ആയിരിക്കില്ല. എന്നാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങൾ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിയ. പിന്നെന്താ, ഇതാണ് എൻ്റെ പുതിയ കുപ്പി, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇമെയിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം ഒന്നുമില്ല, വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടതാണ്. നല്ല വീഡിയോസൊക്കെ ഇനി ഇടാം. നിങ്ങൾ എന്താ ഇടേണ്ടതെന്നൊക്കെ ഒന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.